അക്കൗണ്ടിംഗിൽ മൂലധനം, ക്യാപിറ്റൽ ഇൻ അക്കൗണ്ടിംഗ്. പൂർണ്ണ വിവരങ്ങൾ. ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥാവകാശത്തെ അല്ലെങ്കിൽ ഉടമകൾക്ക് സ്ഥാപനത്തിലുള്ള അവകാശത്തെയാണ് അക്കൗണ്ടിംഗിൽ മൂലധനം എന്ന് പറയുന്നത്. ഇത് സ്ഥാപനത്തിന്റെ ആസ്തികളെ അസറ്റ്സ് സാമ്പത്തികമായി പിന്തുണയ്ക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അക്കൗണ്ടിംഗ് സമവാക്യത്തിൽ മൂലധനം, ക്യാപിറ്റൽ ഇൻ അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അക്കൗണ്ടിംഗിന്റെ അടിസ്ഥാന സമവാക്യം ഇതാണ്: ആസ്തികൾ അസറ്റ്സ് സമം ബാധ്യതകൾ ലയബിലിറ്റീസ് പ്ലസ് മൂലധനം ക്യാപിറ്റൽ എക്വിറ്റി. ഈ സമവാക്യത്തിൽ നിന്ന് മൂലധനം ക്യാപിറ്റൽ എക്വിറ്റി സമം ആസ്തികൾ അസറ്റ്സ് ബാധ്യതകൾ ലയബിലിറ്റീസ്. ഇതിനർത്ഥം ഒരു സ്ഥാപനത്തിന്റെ എല്ലാ ആസ്തികളിൽ നിന്നും പുറത്തുള്ളവർക്ക്, കടക്കാർ, വായ്പ നൽകിയവർ നൽകാനുള്ള ബാധ്യതകൾ കുറച്ചു കഴിയുമ്പോൾ അവശേഷിക്കുന്ന തുകയാണ് ഉടമകൾക്ക് അവകാശപ്പെട്ട മൂലധനം. മൂലധനത്തിന്റെ പ്രധാന സ്വഭാവങ്ങൾ. കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റൽ. ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ് ക്ലെയിം. സ്ഥാപനത്തിന്റെ ആസ്തികളിൽ ഉടമകൾക്ക് അല്ലെങ്കിൽ ഓഹരി ഉടമകൾക്ക് ഉള്ള അവകാശത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു. ആന്തരിക ബാധ്യത, ഇന്റേണൽ ലയബിലിറ്റി. ഇത് സ്ഥാപനത്തിന് ഉടമകളോടുള്ള ഒരുതരം ആന്തരിക ബാധ്യതയായി കണക്കാക്കപ്പെടുന്നു, കാരണം സ്ഥാപനം അതിന്റെ ഉടമകളിൽ നിന്നാണ് ഈ പണം സ്വീകരിച്ചിരിക്കുന്നത്. ലാഭം വർദ്ധിപ്പിക്കുന്നു, നഷ്ടം കുറയ്ക്കുന്നു. ഇൻക്രീസസ് വിത്ത് പ്രോഫിറ്റ്സ്, ഡിക്രീസസ് വിത്ത് ലോസസ്. ബിസിനസ് ലാഭമുണ്ടാക്കുമ്പോൾ മൂലധനം വർദ്ധിക്കുന്നു, നഷ്ടം സംഭവിക്കുമ്പോൾ കുറയുന്നു. പിൻവലിക്കലുകൾ കുറയ്ക്കുന്നു, ഡിക്രീസസ് വിത്ത് ഡ്രോവിംഗ്സ്. ഉടമകൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ബിസിനസ്സിൽ നിന്ന് പണം പിൻവലിക്കുകയാണെങ്കിൽ ഡ്രോവിംഗ്സ്, മൂലധനം കുറയുന്നു. ബിസിനസിന്റെ ആയുസ്, ലൈഫ് ഓഫ് ദ ബിസിനസ്. സാധാരണയായി ബിസിനസ് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ മൂലധനം ബിസിനസ്സിൽ നിലനിൽക്കും. ബിസിനസ് അവസാനിപ്പിക്കുമ്പോൾ വൗണ്ടപ്പ് മാത്രമാണ് ഇത് സാധാരണയായി ഉടമകൾക്ക് തിരികെ നൽകുന്നത്. മൂലധനത്തിന്റെ ഉറവിടങ്ങൾ, സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. ഒരു ബിസിനസ്സിലേക്കുള്ള മൂലധനം പ്രധാനമായും താഴെ പറയുന്ന ഉറവിടങ്ങളിൽ നിന്ന് വരുന്നു. 1. ഉടമയുടെ ഉടമകളുടെ നിക്ഷേപം, ഓണേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു വ്യക്തിഗത ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ പങ്കാളിത്ത സ്ഥാപനത്തിൽ പാർട്ണർഷിപ്പ് ഫേം, ഉടമകളോ പങ്കാളികളോ ബിസിനസ്സിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന പണം അല്ലെങ്കിൽ ആസ്തികൾ. 2. ലാഭം നിലനിർത്തുന്നത്, റിറ്റെയിൻഡ് ഏർണിംഗ്സ്. ഒരു കമ്പനി നേടുന്ന ലാഭത്തിൽ നിന്ന് ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതമായി ഡിവിഡൻസ് നൽകാതെ ബിസിനസ്സിൽ തന്നെ വീണ്ടും നിക്ഷേപിക്കുന്ന തുക. ഇത് ബിസിനസിന്റെ മൂലധനം വർദ്ധിപ്പിക്കുന്നു. 3. ഓഹരികൾ പുറത്തിറക്കുന്നത്, ഇഷ്യൂവൻസ് ഓഫ് ഷെയർസ്. ഒരു കമ്പനിയുടെ കാര്യത്തിൽ ഓഹരികൾ, ഷെയർസ് പുറത്തിറക്കി പൊതുജനങ്ങളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ പണം സമാഹരിക്കുന്നത്. ഇത് ഓഹരി മൂലധനം, ഷെയർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നു. അക്കൗണ്ടിംഗിൽ മൂലധനത്തിന്റെ തരങ്ങൾ, ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ഇൻ അക്കൗണ്ടിംഗ്. വ്യത്യസ്ത തരം ബിസിനസ് ഘടനകളെയും സാഹചര്യങ്ങളെയും ആശ്രയിച്ച് മൂലധനത്തെ പല വിധത്തിൽ തരംതിരിക്കാം. 1. ഉടമസ്ഥാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ, ബേസ്ഡ് ഓൺ ഓണർഷിപ്പ് സ്ട്രക്ചർ. ഉടമയുടെ മൂലധനം, ഓണേഴ്സ് ക്യാപിറ്റൽ. ഒരു ഏക ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഉടമ നിക്ഷേപിക്കുന്ന പണം. ഇത് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന പേരിൽ കാണിക്കുന്നു. പങ്കാളികളുടെ മൂലധനം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൽ ഓരോ പങ്കാളിയും നിക്ഷേപിക്കുന്ന തുക. ഇത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്ന പേരിൽ രേഖപ്പെടുത്തുന്നു. സ്ഥിര മൂലധന രീതി, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ രീതിയിൽ പങ്കാളികളുടെ യഥാർത്ഥ മൂലധന നിക്ഷേപം സാധാരണയായി മാറ്റമില്ലാതെ നിലനിൽക്കും. ലാഭം, നഷ്ടം, ഡ്രോയിംഗ്സ്, പലിശ തുടങ്ങിയ ക്രമീകരണങ്ങൾക്കായി ഒരു പ്രത്യേക കറന്റ് അക്കൗണ്ട് പരിപാലിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന മൂലധന രീതി, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ രീതിയിൽ മൂലധന അക്കൗണ്ടിൽ ലാഭം, നഷ്ടം, ഡ്രോയിംഗ്സ്, പലിശ തുടങ്ങിയ എല്ലാ ക്രമീകരണങ്ങളും ഉൾപ്പെടുത്തുന്നു. അതിനാൽ മൂലധന ബാലൻസ് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. ഓഹരി മൂലധനം, ഷെയർ ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ കാര്യത്തിൽ ഓഹരികൾ പുറത്തിറക്കുന്നതിലൂടെ സമാഹരിക്കുന്ന മൂലധനം. ഇതിന് പല വിഭാഗങ്ങളുണ്ട്. അംഗീകൃത മൂലധനം, ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ. ഒരു കമ്പനിക്ക് അതിന്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അനുസരിച്ച് പുറത്തിറക്കാൻ കഴിയുന്ന ഓഹരി മൂലധനത്തിന്റെ പരമാവധി തുക. ഇഷ്യൂ ചെയ്ത മൂലധനം, ഇഷ്യൂഡ് ക്യാപിറ്റൽ. അംഗീകൃത മൂലധനത്തിൽ നിന്ന് കമ്പനി ഓഹരി ഉടമകൾക്ക് വിൽക്കാൻ വാഗ്ദാനം ചെയ്യുന്ന ഓഹരികളുടെ മൂല്യം. അടച്ചുതീർത്ത മൂലധനം, പെയ്ഡപ്പ് ക്യാപിറ്റൽ. ഓഹരി ഉടമകൾ കമ്പനിക്ക് ഇതിനകം അടച്ചുതീർത്ത ഓഹരി മൂലധനത്തിന്റെ ഭാഗം. കോൾ ചെയ്യപ്പെടാത്ത മൂലധനം, അൺകോൾഡ് ക്യാപിറ്റൽ. ഇഷ്യൂ ചെയ്ത ഓഹരികളിൽ കമ്പനി ഓഹരി ഉടമകളിൽ നിന്ന് ആവശ്യപ്പെടാത്ത തുക. 2. ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ, ബേസ്ഡ് ഓൺ യൂസേജ്. സ്ഥിര മൂലധനം, ഫിക്സ്ഡ് ക്യാപിറ്റൽ. ദീർഘകാല ആസ്തികൾ, ഉദാഹരണത്തിന് ഭൂമി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ വാങ്ങുന്നതിനായി നിക്ഷേപിക്കുന്ന മൂലധനം. ഇത് ബിസിനസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഉപയോഗിക്കുന്നു. പ്രവർത്തന മൂലധനം, വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ ഹ്രസ്വകാല ഫണ്ടുകൾ. ഇത് ഹ്രസ്വകാല ആസ്തികളും കറന്റ് ആസറ്റ്സ്, ഹ്രസ്വകാല ബാധ്യതകളും കറന്റ് ലയബിലിറ്റീസ് തമ്മിലുള്ള വ്യത്യാസമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ സമം കറന്റ് ആസറ്റ്സ്, കറന്റ് ലയബിലിറ്റീസ്. അക്കൗണ്ടിംഗിൽ മൂലധനത്തിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ഇൻ അക്കൗണ്ടിംഗ്. ബിസിനസിന്റെ തുടക്കം, ബിസിനസ് സ്റ്റാർട്ടപ്പ്. ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക ധനസഹായം മൂലധനമാണ്. പ്രവർത്തനക്ഷമത, ഓപ്പറേഷണൽ എഫിഷ്യൻസി. ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിന് മതിയായ പ്രവർത്തന മൂലധനം അനിവാര്യമാണ്. വികസനവും വളർച്ചയും, എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിനും ബിസിനസ് വികസിപ്പിക്കുന്നതിനും വളർത്തുന്നതിനും മൂലധനം ആവശ്യമാണ്. സാമ്പത്തിക സ്ഥിതി,
ഫൈനാൻഷ്യൽ പൊസിഷൻ. ഒരു സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റിൽ മൂലധനം അതിന്റെ സാമ്പത്തിക ഭദ്രതയും ഉടമസ്ഥാവകാശത്തിന്റെ തോതും വ്യക്തമാക്കുന്നു. കടം വാങ്ങാനുള്ള കഴിവ്, ബോറോവിംഗ് കപ്പാസിറ്റി. ഒരു സ്ഥാപനത്തിന്റെ മൂലധനത്തിന്റെ അളവ് അതിന്റെ കടം വാങ്ങാനുള്ള കഴിവിനെ ബാധിക്കും. ശക്തമായ മൂലധന അടിത്തറയുള്ള കമ്പനികൾക്ക് സാധാരണയായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കാൻ സാധ്യതയുണ്ട്. ലാഭത്തിന്റെ വിതരണം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്സ്. ലാഭം കണക്കാക്കിയ ശേഷം അത് മൂലധനത്തിന്റെ ഭാഗമായി ചേർക്കുകയോ ഉടമകൾക്ക് ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്യുകയോ ചെയ്യാം. അക്കൗണ്ടിംഗ് തത്വങ്ങൾ, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ഉടമയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നിന്ന് ബിസിനസിനെ വേർതിരിച്ചു കാണുന്നു. അതുകൊണ്ട് ഉടമ നിക്ഷേപിക്കുന്ന പണത്തെ മൂലധനമായി ബിസിനസിന്റെ ബാധ്യതയായി കണക്കാക്കുന്നു. ചുരുക്കത്തിൽ, അക്കൗണ്ടിംഗിൽ മൂലധനം എന്നത് ഒരു ബിസിനസിന്റെ സാമ്പത്തിക അടിത്തറയെയും അതിന്റെ ഉടമസ്ഥാവകാശത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു നിർണായക ഘടകമാണ്.